കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയുടെ പാർലമെന്റിൽ രണ്ടുപേര് തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ജോൺ ബ്രിട്ടാസ്, ഒന്ന് സുരേഷ് ഗോപി. ആര് നേടി ആര് വീണു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ്. നിങ്ങൾക്ക് തന്നെ അഭിപ്രായം പറയാം. ഈ ചർച്ച ഭയങ്കര തീപാർന്ന ചർച്ചയായിരുന്നു. കിടിലൻ ഡയലോഗ്സ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആരാണ് നേടിയത്, ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? ജോൺ ബ്രിട്ടാസ് ആണെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്നും, സുരേഷ് ഗോപി ആണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്നും ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ആൾക്കാരുടെ അഭിപ്രായം നമുക്കറിയാമല്ലോ. ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രസംഗത്തിലൂടെയാണ് ഈ സംഭവം ആദ്യം മുമ്പോട്ട് വന്നത്. വഖഫിനെ ജോൺ ബ്രിട്ടാസ് എതിർക്കുന്നു, മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു. ഇതേ ആൾക്കാരുടെ നാട്ടിലാണ് ഈ കടക്കൽ ദേവീക്ഷേത്രത്തിൽ പാർട്ടിക്കുടി ഉയർത്തിയത്. അവിടെ ഇല്ലാത്ത മതസ്വാതന്ത്ര്യത്തെപ്പറ്റിയും മതസ്നേഹത്തെപ്പറ്റിയും മതത്തെ റെസ്പെക്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നല്ല രീതിയിലൊരു ക്ലാസ് കഴിഞ്ഞ ദിവസം ഈ മുനമ്പം വിഷയത്തിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുനമ്പത്തുകാർക്ക് എന്ത് പറ്റിയത്. അപ്പോൾ വഖഫ് വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്നേ കേട്ടു. റെസ്പെക്ട്, ഈ സ്നേഹം എന്നൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് രസമുണ്ടായിരുന്നു അല്ലേ. ഈ അടുത്ത സമയത്ത് തന്നെയാണ് ഈ പാർട്ടി കൊലപാതക കേസിലെ പ്രതികളെയൊക്കെ ഒരു ഫോട്ടോ പതിച്ച കൊടി അമ്പലത്തിൽ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടുകയാണ്. അതുപോലെ തന്നെ ഈ വിപ്ലവഗാനങ്ങൾ പാടുന്നു, കോടതി ആ വിപ്ലവഗാനം പാടിയ ആൾക്കാരെ കണ്ടം വഴി ഓടിക്കുന്ന നമ്മൾ കണ്ടുകയാണ്. ആ ഒരു വിഷയത്തിൽ എന്ത് പറ്റി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചയിലൊക്കെ പോകുന്നു. പിന്നെ അതിനുശേഷം എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച വരുന്നു. എമ്പുരാൻ സിനിമയെ പറ്റി ചർച്ച വന്നപ്പം തന്നെ ഞാനും ആലോചിച്ചിട്ട് കാര്യം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. സുരേഷ് ഗോപിയും അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാരെ മുന്ന എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നു. പിന്നെ കറുപ്പും ഇട്ടിട്ടാണ് റഹീമും അതുപോലെ തന്നെ LDFന്റെ ആൾക്കാരൊക്കെ വന്നത്. ശബരിമല പോകുന്ന പോലെയാണ് അവരെല്ലാം വന്നത്. എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല കറുപ്പിട്ടത്. ഇപ്പം കറുപ്പിട്ടിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ മുന്ന എന്നുള്ള രീതിയിലൊക്കെ പറയും. നമ്മുടെ നാട്ടിലെ മതസ്വാതന്ത്ര്യത്തെ പറ്റിയൊക്കെയാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാത്ത കേസോട് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ കുഞ്ചാക്കോബൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അതിനകത്ത് റോഡിലെ കുഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ചെറിയൊരു പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പോസ്റ്റർ ഇറക്കി. ആ പോസ്റ്റർ ഇറക്കി കഴിയുമ്പോൾ കേരളത്തിലെ ബഹളം എന്തൊക്കെയായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റിനെ കളിയാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ PWD വകുപ്പ് മന്ത്രിയെ കളിയാക്കുന്നു എന്നുള്ള രീതിയിൽ ഇവിടെ സൈബർ സ്പേസിൽ ഇവരെ കിടന്ന് ബഹളം വെച്ച ആൾക്കാരൊക്കെയാണ് ആർക്ക് വേണ്ടി സിനിമയ്ക്ക് വേണ്ടി, എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടിയൊക്കെ പാർലമെന്റിൽ സംസാരിക്കും. TP51 എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്ത് പറ്റിയെന്നോ അതിൻ്റെ സംവിധായകൻ ഇൻ്റർവ്യൂയൊക്കെ നമ്മൾ കണ്ടുകയാണ്. രാത്രി അവരുടെ കുടുംബത്തെ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അഭിപ്രായമൊക്കെ നമ്മൾ കേട്ടാണ്. വലിയേട്ട സിനിമ 150 പ്രാവശ്യം നമ്മൾ കൈരളിക്കകത്ത് കണ്ട്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് കൈരളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളൊക്കെയാണല്ലോ. നിങ്ങൾ അതുപോലൊരു സിനിമ TP51 എന്ന് പറയുന്ന സിനിമയൊക്കെ കൈരളിലൂടെ നാട്ടുകാരെ കാണിച്ച് മാതൃകയാക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കണം. ഇനിയുള്ളതാണ് പോയിന്റ്. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾക്കിടയിൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. തൃശ്ശൂരിലെ ഈ ജനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, അടുത്ത പ്രാവശ്യം ഞങ്ങൾ തൃശ്ശൂരിലെ സീറ്റ് പൂട്ടിക്കും, നേമത്തെ പൂട്ടിച്ച പോലെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ജോൺ ബ്രിട്ടാസ് എങ്ങനെയാണ് പാർലമെന്റിലേക്ക് എത്തിയത് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുണ്ട്. ആകെ കൂടി 20 ലോകസഭ സീറ്റ്, ബാക്കിയൊക്കെ രാജ്യസഭാ സീറ്റാണ് കേരളത്തിൽ നിന്നുള്ളത്. ലോകസഭ സീറ്റിൽ നിന്ന് ജയിച്ചു വന്ന, തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു വന്ന ഒരാളാണ് ആര്? സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ജനങ്ങൾ നേരിട്ട് വോട്ട് കൊടുത്ത് ജയിച്ച ഒരാളാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ പാർട്ടി ഒരാളെ തീരുമാനിക്കുന്നു. അതിപ്പോൾ ഞാനാണെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയിൽ പോയിരിക്കാം. അങ്ങനെ പോയിരിക്കുന്ന ഒരാളാണ് ജോൺ ബ്രിട്ടാസ്. അത് ജോൺ ബ്രിട്ടാസ് ആണ് പറയുന്നത് നിങ്ങളുടെ സീറ്റ് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞു. അതൊരു കോമഡി ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടു, നമ്മൾ മുനമ്പം വിഷയത്തിൽ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. ഭേദഗതി വേണം എന്ന് തന്നെയാണ് നമ്മൾ ഇതുവരെയൊക്കെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓപ്പണായിട്ട് നമ്മൾ പറയാറുണ്ട്. സുരേഷ് ഗോപി തന്നെ ഇതിനുള്ള കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങളെ പറ്റി, TP സിനിമയെ പറ്റി. അതിനുശേഷം ഈ ഒരു വഖഫ് എന്ന് പറയുന്ന കേരളത്തിലെ ഇടതുവലത് മുന്നണികളുണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ പാസ്സാക്കിയ ഒരു പ്രമേയമുണ്ട്. ആ പ്രമേയം അറബിക്കടലിൽ ചവിട്ടിത്താക്കും എന്നുള്ള രീതിയിൽ അത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള കാര്യം ഞാൻ പറയാം. ഇനി ഈ കേരളത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഇലക്ഷൻ 2024 ലോക്സഭ ഇലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, 2024 ലോക്സഭ ഇലക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. 20 ലോക്സഭ സീറ്റാണ് കേരളത്തിലുള്ളത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം 20 ലോക്സഭ സീറ്റാണ് കേരളത്തിലുള്ളത്. അതിനകത്ത് 18 എണ്ണവും UDFന്റെ കയ്യിലാണുള്ളത്. 18 എണ്ണവും UDFന്റെ കയ്യിലാണ്. പിന്നെ 2 സീറ്റാണ്. ഒന്ന് LDFനും, ഒന്ന് ആർക്കാണുള്ളത്? BJPക്കുമാണോ ഉള്ളത്. ഇപ്പം ഞങ്ങൾ അങ്ങ് പൂട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരാണ്? ആലോചിക്കണം. നിങ്ങളുടെ ശക്തി എന്താണ്? കേരളത്തിൽ LDF ഒന്ന്, BJP ഒന്ന്, തുല്യ ശക്തികൾ. ഇതിന് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ വല്ല കാലങ്ങളായിട്ടുള്ള പാർട്ടിയാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു സീറ്റ് ഇവിടുത്തെ ജനങ്ങൾ തന്നിട്ടുള്ളൂ. ഒരു സീറ്റ് BJPക്ക് കൊടുത്തു. BJPക്ക് നിയമസഭയിൽ 0 വട്ടപൂജ്യമാണെന്ന് കളിയാക്കുമ്പോൾ തന്നെ ലോകസഭയിലേക്ക് വരാൻ നേരത്തെ എന്തായി അവസ്ഥ? നിങ്ങൾക്കും ഒന്ന് അവർക്കും ഒന്ന്, നിങ്ങൾ തുല്യ ശക്തി. ഇതിനകത്ത് കോമഡി ഇനി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നും LDFന് K. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. നേരത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. പുള്ളിയെ നിയമസഭയിൽ നിന്നും രാജിവെപ്പിച്ചിട്ടാണ് പുള്ളി ഇപ്പം പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. ദേവസ്വം വകുപ്പ് മന്ത്രിയെ മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് MP ആയി പോയ ഒരാളാണ് രാധാകൃഷ്ണൻ. പുള്ളിക്കാരൻ ലോകസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ആലത്തൂരിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷന്റെ
പേജ് കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള 3 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് രമ്യ ഹരിദാസ് ആയിരുന്നു കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്, പിന്നെ രാധാകൃഷ്ണൻ മത്സരിച്ചു, പിന്നെ ഡോക്ടർ TN സരസു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിച്ചു. ഈ രാധാകൃഷ്ണൻ ജയിക്കുന്ന 4,34,047 വോട്ടുകൾക്കാണ്. ആകെ കൂടി ഭൂരിപക്ഷം എന്ന് പറയുന്നത് 20,111 വോട്ടാണ്. അതായത് ആലത്തൂർ മണ്ഡലത്തിൽ 20,000 വോട്ടിന് മാത്രമാണ് കേരളത്തിൻ്റെ ഒരു LDF സ്ഥാനാർത്ഥി ജയിച്ചിട്ട് പാർലമെന്റിലേക്ക് വരിക. ഇനി നിങ്ങളിപ്പോൾ വോട്ടിച്ച് കളയും എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടല്ലോ, ആ മണ്ഡലത്തിലെ ഇലക്ഷനായിരുന്നു കേരളം മുഴുവൻ ശ്രദ്ധിച്ചുള്ള ഇലക്ഷൻ. നമ്മൾ ആലോചിച്ച് നോക്കുക, ആ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടുന്നത് 4,12,388 വോട്ടാണ്. തൊട്ടു താഴെ ഇപ്പം പൂട്ടിച്ചു കളയും എന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ ആ മുന്നണിയുടെ ഭാഗമായുള്ള സുനിൽ കുമാറിന് കിട്ടുന്നത് 3,37,652 വോട്ടാണ്. തൊട്ട് താഴെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി മുരളീധരനാണ് അവിടെ തൃശ്ശൂർ മത്സരിച്ചത്. പുള്ളിക്കാരൻ കിട്ടുന്നത് 3,28,124 വോട്ടാണ്. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര് ജയിച്ചിരിക്കുന്നത്? സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ 2 സീറ്റാണ് LDFനും BJPക്കും ഉള്ളത്. തുല്യശക്തരായിട്ടാണ് ലോക്സഭയിൽ അവർക്ക് ജയിക്കാൻ പറ്റിയത്. ബാക്കി 18 സീറ്റും കിട്ടിയിരിക്കുന്നത് UDFനാണ്. ആ കൂടി 2-2 സീറ്റ്, രണ്ടുപേരും തുല്യം തന്നെ. പക്ഷേ 75,000 വോട്ടിന് ജയിച്ച സുരേഷ് ഗോപിയാണ് ഞങ്ങളിപ്പോൾ അങ്ങ് ശരിയാക്കി തരും എന്ന് പറഞ്ഞത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ആ കൂടി 20,000 വോട്ടാണ്. 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും 74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും എവിടെ കിടക്കുന്നു എന്ന് ആലോചിച്ച് തന്നെ കാര്യം മനസ്സിലാവും. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ മുനമ്പത്തെ മനുഷ്യരുടെ ഒപ്പമാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ എടുത്ത് അറബിക്കടലിൽ കളഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ലോക്സഭയിൽ. അത് മുനമ്പത്തെ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്, കേരളത്തിലെ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട്. ആരാണ് ഇവിടെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ മതത്തോടൊക്കെ എന്ത് സ്നേഹമാണ് ജോൺ ബ്രിട്ടാസിനൊക്കെ ഉള്ളത്. അമ്പലത്തിൽ കയറി പാർട്ടിക്കൊടിയും വിപ്ലവഗാനവും ഇവർ പരിപാടിയും നടത്തിയെന്ന ആൾക്കാരൊക്കെ ഇപ്പം ആ വഖഫുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കകത്ത് എന്താ സ്നേഹം. എല്ലാം മതത്തോടൊക്കെ സ്നേഹം കാണണം. മതസ്വാതന്ത്ര്യത്തെപ്പറ്റി, മതത്തെ റെസ്പെക്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നതാണ് നേരത്താണ് കോമഡി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ജോൺ ബ്രിട്ടാസ് ആണോ കിടിലനായിട്ട് പെർഫോമൻസ് ചെയ്തത്? സുരേഷ് ഗോപിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് പേജ് കാണുന്നത് ജസ്റ്റ് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടിപൊളി.